Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഞാൻ ഷീബ, മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് അധ്യാപികയാണ്. ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ, ഞാൻ ദേവാങ്കന. ഞാൻ ആര്യ, നമ്മൾ GHSS തിരുവങ്ങാട് നിന്ന് വരുന്നു. ടീം ബി, ഞാൻ ആര്യനന്ദ. ഞാൻ അമീക്, ഞങ്ങൾ GHSS അരോളി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം സി, ഞാൻ നിഹാരിക. ഞാൻ ജെറിൻ ജോൺ, നമ്മൾ സെന്റ് ജോസഫ് HSS തലശ്ശേരിയിൽ നിന്ന് വരുന്നു. ടീം ഡി, ഞാൻ ദേവനന്ദ. ഞാൻ വിസ്മയ, ഞങ്ങൾ പുഴാതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഇ, ഞാൻ സന്ദീപ്തി. ഞാൻ സംഗീർ, നമ്മൾ ബ്രണ്ണൻ HSS തലശ്ശേരിയിൽ നിന്നും വരുന്നു. എല്ലാവരും റെഡി അല്ലേ? ഒന്നാമത്തെ ചോദ്യം ടീം എയോടാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ബഹിരാകാശ രംഗങ്ങളിൽ നേടിയ പുരോഗതികൾ 3 പറയാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ബഹിരാകാശ രംഗങ്ങളിൽ നേടിയ പുരോഗതി, അച്ചീവ്മെന്റ്സ് ഇൻ സ്പേസ്. ബഹിരാകാശം എന്ന് പറയുമ്പോൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? ചന്ദ്രയാൻ, ചന്ദ്രയാൻ, മംഗൾയാൻ. ചന്ദ്രയാൻ, മംഗൾയാൻ 3 മാർക്കാണ്. അപ്പം 3 പോയിന്റ്സ് വേണം. ചന്ദ്രയാൻ വിക്ഷേപിച്ചു, മംഗൾയാൻ, ദെൻ വൺ മോർ. ഇതൊക്കെ വിക്ഷേപിക്കണമെങ്കിൽ എവിടെ നിന്നായിരിക്കണം? ISRO അല്ലെ? ISRO സ്ഥാപിച്ചത് ഏത് വർഷമായിരുന്നു? ആ വർഷമായിരുന്നു ആദ്യമായി ചന്ദ്രനിൽ പോയത്. എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് വർഷങ്ങളെല്ലാം പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് തന്നെ എപ്പോഴും പഠിക്കണം. 1969. 1969. 3 കാര്യങ്ങൾ പറഞ്ഞു. ISRO ഫോം ചെയ്തു 1969. ദെൻ ചന്ദ്രയാൻ വിക്ഷേപിച്ചു അല്ലെ? ഏത് വർഷമാണെന്നായിരിക്കും അറിയോ? ഏത് വർഷം? 2008 അല്ലെ? ദെൻ മംഗൾയാൻ ഏത് ദൗത്യ? മാസ്, ചൊവ്വ ദൗത്യം അല്ലെ? അപ്പൊ 3 കാര്യം പറഞ്ഞു. ISRO സ്ഥാപിച്ചു, മംഗൾയാൻ, ചന്ദ്രയാൻ. പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ, എല്ലാ പോയിന്റ്സും. ഇപ്പോൾ ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യ സമിതിയാണ് 1962 ബഹിരാകാശ സമിതി അല്ലെ? ദെൻ ISRO, ദെൻ തുമ്പ എവിടെയാ? തിരുവനന്തപുരം അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ എന്താ അത്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് അല്ലെ? പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാ? ആര്യഭട്ട. ഏത് വർഷമാണ്? 1975 അല്ലെ? ഇതേ ഓർഡറിൽ പിന്നെയാണ് നമ്മൾ ഏത് പറയേണ്ടത്? ചന്ദ്രയാൻ. അതിന് ശേഷമാണ് ചന്ദ്രയാൻ വരുന്നത്, മംഗൾയാനൊക്കെ അതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഓർഡറിൽ വർഷം ഓർമ്മിച്ചുകൊണ്ട് പഠിക്കണം. 1962 സമിതി രൂപീകരിച്ചു, 1969 ISRO, ദെൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, ദെൻ പറയേണ്ടത് ഏതാ? ആര്യഭട്ട, ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട. ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു വെക്കണം. അപ്പൊ ഈ എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് മനസ്സിൽ ഏത് സമയത്ത് ചോദിക്കുമ്പോഴും ഈ ഒരു ഓർഡർ കിട്ടണം. എന്നാലേ നിങ്ങൾ പൂർണ്ണമായും പഠിച്ചെന്ന് പറയാൻ കഴിയും. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ ഒരു ഇത് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ നിങ്ങൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഉത്തരം എഴുതരുത്. എന്താ ചെയ്യേണ്ടത്? ആദ്യം നന്നായിട്ടൊന്ന് വായിച്ചെടുക്കുക അല്ലെ? ചിലപ്പോൾ അത് നെഗറ്റീവാ ചോദിക്കുന്നുണ്ടാവും, കൂട്ടത്തിൽ പെടാതെ ഏതാണ്, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ചോദ്യം കണ്ട് നല്ലോണം വായിച്ചെടുക്കുക. അതിനുശേഷം മാത്രമേ ഉത്തരം എഴുതാൻ പാടുള്ളൂ. പിന്നെ ഈ വർഷങ്ങളെല്ലാം പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ, പിന്നെ മാറിപ്പോകുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ടീം എക്ക് 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുത്ത ഏജൻസികൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുത്ത 2 ഏജൻസികൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ, ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കൽ ലബോറട്ടറി. അടുത്ത പോയിന്റ് അറിയില്ല.
അറിയില്ല. ഉത്തരം പാസ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും ആണല്ലോ. അപ്പോൾ ടീം ബിക്ക് 1 പോയിന്റ് പറഞ്ഞതുകൊണ്ട് 1 പോയിന്റ് ഉണ്ട്. ടീം സിക്ക് 1 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ചൗരി ചൗര സംഭവം എന്താണ്? വാട്ട് ഈസ് ചൗരി ചൗര ഇൻസിഡന്റ്? ഉത്തർപ്രദേശിലെ ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ ഫയർ they set fire to a Uttar Pradesh. Some people went and set ablaze a police station, and that killed 22 policemen, which led to the stopping of non-cooperation movement. ഓക്കെ, ഉത്തരം ശരിയാണ്. ചൗരി ചൗര സംഭവം നടന്ന വർഷം എപ്പോഴായിരുന്നു? ഏത് വർഷമായിരുന്നു? അതും കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അത്രയും പോലീസുകാരാണ് മരണപ്പെടുന്നത്. അതേ വർഷമായിട്ട് കണക്ഷൻ ഉണ്ട്. 1922. വെരി ഗുഡ്. 1922. 22 പോലീസുകാരല്ലേ മരണപ്പെടുന്നത് അല്ലെ? 22 പോലീസുകാരാണ് മരണപ്പെടുന്നത്. 1922 ഈ സംഭവം നടക്കുന്നത്. ഇതിന്റെ ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ടാണ് ഗാന്ധിജി എന്ത് നിർത്തിവെച്ചത്? നോൺ കോർപ്പറേഷൻ നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് അല്ലെ? ഓക്കെ, ടീം സിക്ക് 3 മാർക്കുണ്ട്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഗാന്ധിജി ഇന്ത്യയിൽ പ്രാദേശിക സമരങ്ങൾ നടത്തിയല്ലോ, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗാന്ധിജി നടത്തിയ പ്രാദേശിക സമരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? വിദ്യാസമ്പന്നരായവരുടെ ഇടയിൽ മാത്രം ഉണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. ഓക്കെ. പട്ടണങ്ങളിൽ മാത്രം നിലനിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൽ ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. ഗ്രാമപ്രദേശങ്ങളിലും നടന്നു. പിന്നെയോ? എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ഒരു ദേശീയ നേതാവായി ഗാന്ധിജി മാറി. ഓക്കെ, വെരി ഗുഡ്. 3 പോയിന്റ്സും കറക്റ്റ് ആണ്. ആദ്യം വിദ്യാസമ്പന്നരായ ജനങ്ങളിൽ മാത്രമായിരുന്നു അല്ലെ? പിന്നെ അത് എവിടേക്കും പോയി? സാധാരണക്കാരായ ജനങ്ങളിലേക്കും പോയി അല്ലെ? രണ്ടാമത്തതോ പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന സമരം പിന്നെ എവിടേക്ക് പോയി? ഗ്രാമങ്ങളിലേക്കും പോയി. പിന്നെ ഗാന്ധിജി ഒരു നേതാവായിട്ട് മാറി. ടീം ഡിക്ക് 3 പോയിന്റ്. അടുത്തത് ടീം ഇയോടാണ്. ചില സ്ഥലങ്ങൾ ഞാൻ പറയും. അവിടെ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ കേന്ദ്രമാണ് പറയേണ്ടത്. ഓക്കെ. കേരളത്തിൽ എവിടെയായിരുന്നു ഉപ്പ് സത്യാഗ്രഹം നടന്നത്? പയ്യന്നൂർ, ഉളിയത്തുകടവ്. പയ്യന്നൂർ, വെരി ഗുഡ്. ദെൻ തമിഴ്നാട്ടിൽ എവിടെയായിരുന്നു നടന്നത്? തമിഴ്നാട്ടിൽ ഏത് കടപ്പുറത്തായിരുന്നു? കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ അറിയില്ല. മഹാരാഷ്ട്രയിൽ എവിടെയായിരുന്നു? ബോംബെ, വെരി ഗുഡ്. മുംബൈയിലാണ് നടന്നത്. ഇനി ബംഗാളിൽ 3 പോയിന്റ് ശരിയായി മതി. നവഖാലി അല്ലെ? അപ്പൊ പറയാതിരുന്ന തമിഴ്നാടാണ്. അത് 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. 3 മാർക്ക് ഉണ്ട്. അതിൽ പറയാതിരുന്ന തമിഴ്നാടാണ് അല്ലെ? തമിഴ്നാട്ടിൽ എവിടെയാ? ആർക്കറിയാം? വേദാരണ്യാണ് കേട്ടോ. ഗുജറാത്തിൽ എവിടെയായിരുന്നു? ഗുജറാത്തിലല്ലേ പിന്നെ സരോജിനി നായിഡു ധരാസന അല്ലെ? ധരാസന. കേരളത്തിൽ പയ്യന്നൂരിലാണ്. തമിഴ്നാട്ടിൽ വേദാരണ്യം. മഹാരാഷ്ട്ര ബോംബെയില്. അതിന് ബംഗാളില് നവഖാലി. ഗുജറാത്തില് ധരാസന. അപ്പൊ ടീം ഇക്ക് 3 മാർക്കുണ്ട്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ഗാന്ധിജി എന്തുകൊണ്ടായിരുന്നു ഉപ്പ് ഒരു സമരായുധമായിട്ട് ഉപയോഗിച്ചത്? എക്സാമിൻ ദ റീസൺസ് വൈ ഗാന്ധി സെലക്ടഡ് എ സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. 2/5 ടാക്സ് ബ്രിട്ടീഷിന്റെ 2/5 ടാക്സ് ഉപ്പിൽ നിന്നാണ് കിട്ടുന്നത്. 2 ഭാഗം ഉപ്പിൽ നിന്ന് എടുക്കുന്ന നികുതിയായിരുന്നു അല്ലെ? വെരി ഗുഡ്. The tax was a heavy burden for the poor people. സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാവുന്നതിലധികമായിരുന്നു അത്. And 3-fold price hike. The salt price was about 3-fold hike. 3 മടങ്ങായിട്ട് ഉപ്പിന്റെ വില വർദ്ധിക്കുകയും ചെയ്തു അല്ലെ? 3 പോയിന്റ്സ് ആയി. ടീം ഇക്ക് 3 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്സിനെ കുറിച്ച് 3 വേർഡ്സ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്സ് എപ്പോഴാണ് നടന്നത്? എന്തിനു വേണ്ടിയാണ് നടന്നത്? സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടൻ തോൽക്കുമെന്നുള്ള തോന്നൽ. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയമായിരുന്നു അല്ലെ? സെക്കൻഡ് വേൾഡ് വാർ എപ്പോഴായിരുന്നു നടന്നത്? ഏത് വർഷമായിരുന്നു? 39 മുതൽ 45. 1939 മുതൽ 45 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ നടന്നത് അല്ലെ? അപ്പൊ ആ സമയത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്സ് എപ്പോഴാണ് നടന്നത്? 42. അപ്പൊ ആ സമയത്ത് ബ്രിട്ടൻ 2ാം ലോക മഹായുദ്ധത്തിൽ തോൽക്കുമെന്ന ഒരു ചിന്ത വന്നു അല്ലെ? അത് ഒന്നാമത്തെ കാരണം. പിന്നെയോ? വിലക്കയറ്റവും ക്ഷാമവും കൊണ്ടുള്ള വിലക്കയറ്റവും ക്ഷാമം. ആ സമയത്ത് നല്ല വിലക്കയറ്റം. 2ാം ലോക
മഹായുദ്ധം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് വിലക്കയറ്റം ഉണ്ടായിരുന്നു, ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പൊ 2 പോയിന്റ്സ് പറഞ്ഞു, വർഷവും പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ടീം ഡിക്ക് 3 മാർക്ക്. വേറെ ഒന്നുകൂടി ഒരു പ്രധാന പോയിന്റ്സ് ഉണ്ട് അതിൽ. ആർക്കറിയാം ഏത് പോയിന്റ്സ്? ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം അത് പ്രധാന കാരണമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. സ്വരാജ് പാർട്ടി ഏത് വർഷമാണ് ഫോം ചെയ്തത്? വാസ് ദി ഫൗണ്ടർ ഓഫ് സ്വരാജ് പാർട്ടി ആൻഡ് ഇൻ വിച്ച് ഇയർ ഇറ്റ് വാസ് ഫൗണ്ടഡ്? 1923. 1923. മോത്തിലാൽ നെഹ്റു, C.R. Das. മോത്തിലാൽ നെഹ്റു ആൻഡ് C.R. Das. ഫൗണ്ടഡ് ബൈ C.R. Das ആൻഡ് മോത്തിലാൽ നെഹ്റു. ഏത് വർഷമാണ്? 1923. വെരി ഗുഡ്. ടീം സിക്ക് 3 മാർക്ക്. അടുത്തത് ടീം ബിയോടാണ്. നിസ്സഹകരണ സമരം അറിയില്ലേ? നിസ്സഹകരണ സമരത്തിന്റെ 3 ഫലങ്ങൾ പറയുക. വാട്ട് ആർ ദി റിസൾട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? വക്കീലുകള് കോടതി ബഹിഷ്കരിച്ചു. പിന്നെ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് കോളേജുകളും സ്കൂളുകളും ബഹിഷ്കരിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ നമ്മൾ ആദ്യം കൃത്യമായിട്ട് ചോദ്യം വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം അതിന്റെ സവിശേഷതകളാണ്, ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. നിസ്സഹകരണ സമരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ആൻസർ ആണ് പറയേണ്ടത്. കോടതികൾ ബഹിഷ്കരിച്ചതും പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിയൊക്കെ അതിന്റെ ഫലങ്ങളെല്ലാം അത് സവിശേഷതകളാണ്. ഞാൻ ചോദിച്ചതാണ് നിസ്സഹകരണ സമരത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്. ഇതൊരു പ്രധാന ചോദ്യമാണ്, കാരണം അധിക കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണിത്. അറിയില്ല. പാസ് ചെയ്യല്ലേ? ടീം എ അറിയില്ല. അപ്പൊ ഇനി പാസ് ഇല്ല, ക്വിസ് മാസ്റ്റർ ആണ് പറയാ. ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരുക? ആർക്കും അറിയാം? പോയിന്റ്സ് ഇല്ല. പ്രോഗ്രാംസ്, കൺസ്ട്രക്ഷൻ പ്രോഗ്രാംസ്, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടു അല്ലെ. തദ്ദേശീയമായ വസ്ത്രങ്ങൾ എല്ലാം തദ്ദേശീയമായതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അല്ലെ. ചർക്കയിൽ ചെയ്ത തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഭാഷയെ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നില്ലേ? ഏത് ഭാഷയാ? ഹിന്ദി ഭാഷയെ പ്രചരിപ്പിച്ചു അല്ലെ. പിന്നെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചില്ലേ? ഏതൊക്കെയാ? ജാമിയ മിലിയ ഇസ്ലാമിയ, ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം. ഇതാണ് നിസ്സഹകരണ സമരത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം പറഞ്ഞ ആൻസർ ഏതാണ്? സവിശേഷതകളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഉത്തരങ്ങളെല്ലാം എപ്പോഴും കുട്ടികൾ തെറ്റിച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി തെറ്റിക്കാൻ പാടില്ല. ഫലങ്ങൾ എന്ന് പറഞ്ഞാല് ഇതാണ് പറയേണ്ടത്. സവിശേഷതകൾ എന്ന് പറഞ്ഞാലാണ് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു, വക്കീലമാർ കോടതി ബഹിഷ്കരിച്ചു, അതൊക്കെ അതിന് സവിശേഷതകളാണ്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അതിന് ഫലം ഉണ്ടായത് കേട്ടോ. ഓക്കെ. ഇപ്പൊ ടീം ബിക്ക് പോയിന്റ്സ് ഇല്ല, പാസ് ചെയ്തവർക്കും പോയിന്റ്സ് ഇല്ല, പാസ് ചെയ്തവർ പറഞ്ഞില്ല. ഓക്കെ. അടുത്ത ചോദ്യം ടീം എയോടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് കേട്ടില്ലേ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം, സ്ഥലം എവിടെയാണ്? 1919. 1919 പഞ്ചാബിലെ അമൃതസർ അല്ലെ. പഞ്ചാബിലെ അമൃതസർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഏപ്രിൽ എത്രയായിരുന്നു? ഏപ്രിൽ 13. കറക്റ്റ് പറയണം കേട്ടോ. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃതസർ. ടീം എക്ക് 3 മാർക്കുണ്ട്. ജാലിയൻ വാലാബാഗ് മസാക്രി അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ആരാണ് പറയാ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? റൗലാക്ട് ആക്ട് പ്രിവെന്റ് അല്ല, പ്രൊട്ടസ്റ്റ് ചെയ്ത 2 ഇന്ത്യൻ ആൾക്കാരെ ബ്രിട്ടീഷ് കൊന്നു. അതിന് പ്രൊട്ടസ്റ്റ് ആയിട്ട് ആൾക്കാർ സ്ട്രൈക്കിന് പോകുമ്പോ ബ്രിട്ടീഷ് ജനറലായ ജനറൽ ഡയർ ഫയർ ചെയ്യാൻ പറഞ്ഞു. ബട്ട് ആ സ്ഥലം ഫുൾ ക്ലോസ് ചെയ്തു. ആൾക്കാർക്ക് പുറത്ത് രക്ഷപ്പെടാൻ ഒറ്റ ഗേറ്റ് ഉണ്ടായിട്ട് ആ ഗേറ്റിലും ബ്രിട്ടീഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റാണ്ട് കുറെ ഇന്ത്യൻസ് ബ്രിട്ടീഷ് ഫയർ ചെയ്തു അല്ല. അപ്പൊ ഒരുപാട് പേർ മരണപ്പെട്ടു അല്ലെ. ആ ഒരു സംഭവമാണ് ഇത് ജാലിയൻ വാലാബാഗ് മസാക്രി. 1919 ഏപ്രിൽ 13 നടന്നത്. അപ്പൊ വളരെയേറെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യം ടീം എയോടാണ്. രാഷ്ട്രതന്ത്രത്തിന്റെ പഠന മേഖലകൾ ഏതൊക്കെയാണ്? ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അറിയില്ല. ടീം ബി അറിയില്ല. രാഷ്ട്രതന്ത്രത്തിന്റെ പഠന മേഖലകൾ എന്ന് പറഞ്ഞാൽ അന്തർദേശീയ രാഷ്ട്രീയം, ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ദെൻ കമ്പാരറ്റീവ് പൊളിറ്റിക്സ്, താരതമ്യ രാഷ്ട്രീയം. ഈ 3 4 ഉണ്ട്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുണ്ട്.
അപ്പൊ 4 പഠന മേഖലകളാണ്, അതിൽ കൂടുതലുണ്ടാവും. അപ്പൊ 4 പ്രധാന മേഖലകളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ഉണ്ട്. അത് ഒരു ബോക്സിലാക്കിയിട്ട് തന്നെ അത് പഠിക്കാനുണ്ട് കേട്ടോ. രാഷ്ട്രതന്ത്രത്തിന്റെ പഠന മേഖലകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, അന്തർദേശീയ രാഷ്ട്രീയം, പൊതുഭരണം, താരതമ്യ രാഷ്ട്രീയം. ഈ ചോദ്യത്തിന് ആർക്കും മാർക്കില്ല. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. വാട്ട് ഈസ് ഡിവൈൻ റൈറ്റ് തിയറി? എന്താണ് ദൈവദത്ത സിദ്ധാന്തം? രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ദൈവദത്ത സിദ്ധാന്തം. അത് എന്താണ്? വാട്ട് ഈസ് ഇറ്റ്? രാഷ്ട്രം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ദൈവത്താലാണ് രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടിരുന്നതെന്നാണ് ഈ സിദ്ധാന്തം വിശ്വസിച്ചിരുന്നത്. ഓക്കെ, രാഷ്ട്രം ഉണ്ടായത് എങ്ങനെയാണോ പറയുന്നത്? ദൈവം ഉണ്ടാക്കിയതാണ്. അല്ലെ, ദൈവത്താലാണ് രാഷ്ട്രം ഉണ്ടാക്കിയെന്നാണ് ഈ സിദ്ധാന്ത പ്രകാരം പറയുന്നത്. കറക്റ്റ് ആണ്. ടീം ബിക്ക് 2 പോയിന്റ്. അടുത്തത് ടീം സിയോടാണ്. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ ഏറ്റവും സ്വീകാര്യമായി തോന്നിയത് നിങ്ങൾക്ക് ഏത് സിദ്ധാന്തം? 4 ഏതാണ് ഏറ്റവും നല്ലതായി തോന്നുന്നത്? സോഷ്യൽ കോൺട്രാക്ട് തിയറി. സോഷ്യൽ കോൺട്രാക്ട് തിയറി ആണോ ഏറ്റവും സ്വീകാര്യമായി തോന്നുന്ന തിയറി? സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ട് ഓഫ് സ്റ്റേറ്റ് ആൻഡ് പീപ്പിൾ. State is constituted for the fulfillment of human needs. ഹ്യൂമൻ ബീങ്സ് ആരോ ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രം ഉണ്ടായെന്നാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഇപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയുമ്പോൾ അത് അവനവന്റെ ഉത്തരാണ് അല്ലെ. സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നാണ് ടീം സി പറഞ്ഞത്. ശരിക്കും അതിനുള്ള ഉത്തരം കോൺട്രാക്ട് തിയറി ആണോ? ഏതാണ് സ്വീകാര്യമായ തിയറി? ഏതാ? എവല്യൂഷണറി തിയറിയാണ് അല്ലെ. സ്വീകാര്യമായ തിയറി ഏതാണ്? എവല്യൂഷണറി, പരിണാമ സിദ്ധാന്തമാണ്. ശരിക്കും ഉത്തരം എന്താണ് വേണ്ടത്? എവല്യൂഷണറി, അതായത് പടിപടിയായ മാറ്റത്തിന്റെ ഫലമായിട്ടാണ് രാഷ്ട്രം ഉണ്ടായത്. അതാണ് ഏറ്റവും സ്വീകാര്യമായ തിയറി കേട്ടോ. കാരണം ആദ്യം രാജഭരണമായിരുന്നു, ഇപ്പോഴെന്ത് ഭരണം? ഇപ്പോഴെന്നാ ജനാധിപത്യ ഭരണമാണ് അല്ലെ. അപ്പൊ അത് പടിപടിയായ മാറ്റത്തിന്റെ, ഡാർവിന്റെ തിയറി പോലെയല്ലേ, പടിപടിയായ മാറ്റത്തിന്റെ ഫലമായിട്ടാണ് രാഷ്ട്രം ഉണ്ടായതെന്നാണ് ആ സിദ്ധാന്ത പ്രകാരം പറയുന്നത്. അപ്പൊ അതാണ് ഏറ്റവും സ്വീകാര്യമായ തിയറി. 1 വേർഡിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് കേട്ടോ. അത് എപ്പോഴും 1 മാർക്കിനുള്ള ചോദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എവല്യൂഷണറി തിയറിയാണ് ഏറ്റവും സ്വീകാര്യമായ ഒരു തിയറി. സോഷ്യൽ കോൺട്രാക്ട് ആണ് ടീം സി പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് മാർക്ക് കൊടുക്കാം അല്ലെ. പൂർണ്ണമായി ഉത്തരം അത് ശരിയല്ല. എന്നാലും ഞാൻ ചോദ്യം എന്തായിരുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നാണ്. അപ്പൊ 2 മാർക്കിൽ 1 മാർക്ക് തരാം. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. മദർ തെരേസയും കല്ലൻ പൊക്കുടനും പൗരബോധത്തിന് ഉത്തമ മാതൃകയെന്ന് പറയുന്നുണ്ട്. അവരുടെ ഏത് രീതി കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്? കല്ലൻ പൊക്കുടനും മദർ തെരേസയും. ഡയറക്റ്റ് ആൻസർ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഡയറക്റ്റ് ടെസ്റ്റിൽ ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ രേഖപ്പെടുത്തേണ്ട ഉത്തരാണത്. കല്ലൻ പൊക്കുടൻ എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? മദർ തെരേസ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? അപ്പൊ പൗരബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരിച്ചറിവാണ്, നമ്മൾ സമൂഹത്തിൻ്റെതാണെന്ന് തിരിച്ചറിവാണ്, സമൂഹത്തിന്റെ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. സെൽഫിഷ്നെസ് ഇല്ലാണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സർവീസ് ചെയ്ത ആളാണ് ആര്? കല്ലൻ പൊക്കുട എന്തിനോ പ്രോത്സാഹിപ്പിച്ചിരുന്നു? മാംഗ്രോവ്സിന് അല്ലെ. കണ്ടൽ കാടുകളുടെ സംരക്ഷകനാണ് ആര്? പൗരബോധം നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയാണ് കല്ലൻ പൊക്കുട. അതുകൊണ്ടാണ് നിങ്ങൾ ടെസ്റ്റിൽ ആ ഒരു വ്യക്തി, 2 വ്യക്തികളെ എടുത്തു പറയുന്നത്. കല്ലൻ പൊക്കുട കണ്ടൽ കാടുകളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളാണ്. വിദ്യാഭ്യാസം കുറവാണെങ്കിലും നല്ല രീതിയിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ച ഒരു വ്യക്തിയാണ് ആര്? കല്ലൻ പൊക്കുട. മദർ തെരേസനെ എങ്ങനെയാ പൗരബോധത്തിന്റെ ഇതിൽ ഉൾപ്പെടുത്തിയത്? അവരുടെ വർക്ക് എന്താണ്? മദർ തെരേസ എന്ത് പ്രവർത്തനമാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? മദർ തെരേസയെ അറിയാതെ ആളില്ല. ആർജിത പൗരത്വത്തിന് ഉദാഹരണമാണ് മദർ തെരേസ. നമ്മളെ രാജ്യക്കാരിയല്ല, മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നിട്ട് ആർജിത പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പൊ അവരെന്ത് പ്രവർത്തന ചെയ്യുന്നത്? 1 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. കല്ലൻ പൊക്കുടൻ കണ്ടൽ കാടുകളെ സംരക്ഷിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണെന്നല്ലേ. അടുത്ത പോയിന്റ് അറിയില്ല, ഉത്തരം പാസ് ചെയ്യട്ടെ. ടീം ഇക്ക് ചോദ്യം പാസ് ചെയ്തിരിക്കുകയാണ്. പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് അല്ലെ. അതിന് ഒറ്റ വാക്കെന്താ പറയാ? സോഷ്യൽ സർവീസ് അല്ലെ. ആതുര സേവനം, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ആര്? മദർ തെരേസ. അപ്പം ടീം ഡിക്ക് 1 പോയിന്റ് ഉണ്ട്, 1 പോയിന്റ് പറഞ്ഞാണ്. അതുപോലെ തന്നെ ടീം ഇക്കും 1 പോയിന്റ് ഉണ്ട്. അടുത്തത് ടീം ഇയോട് തന്നെയാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം എപ്പോഴും അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഏത് വർഷമാണ്? 1919. ജവഹർലാൽ നെഹ്റു ആണ്, അത് കറക്റ്റ് ആണ്. When did it held? 1921. 1921. ഉത്തരം തെറ്റാണ്. ടീം എക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. 1949 അല്ല. ഏത് വർഷമാണ്? 1929. ആരായിരുന്നു അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ അല്ലെ. ആ സമയത്ത് എന്തായിരുന്നു പാസ്സാക്കിയത്?
സിവിൽ ഡിസൊബീഡിയൻസ്, പൂർണ്ണ സ്വരാജ് അല്ലെ, പൂർണ്ണ സ്വരാജ്. സോഷ്യൽ സയൻസിൽ വർഷം പ്രധാനമാണ്, തെറ്റിയാൽ മാർക്ക് പോകും, വർഷം തെറ്റാനേ പാടില്ല. ഇപ്പൊ ടീം ഇക്ക് 1 മാർക്കുണ്ട്, 1 പോയിന്റ് പറഞ്ഞിരുന്നു, ജവഹർലാൽ നെഹ്റു എന്ന 1 പോയിന്റ് പറഞ്ഞിരുന്നു, 1 മാർക്കുണ്ട്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. UNO ഫോം ചെയ്ത വർഷം. UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, വെൻ ഡിഡ് ഇറ്റ് ഫോംഡ്? UNO ഒക്കെ എപ്പോഴാ വരിക നിങ്ങൾക്ക് അറിയാം? എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നാലാണ് അങ്ങനെയുള്ള സംഘടനകളൊക്കെ വരിക. 1945. വെരി ഗുഡ്, 1945. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതെന്താ എടുത്തു ചോദിച്ചു, കാരണം എന്താ, എപ്പോഴായിരുന്നു അത് വന്നത്? വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു, 45 കഴിഞ്ഞ്. അപ്പൊ അമേരിക്ക എവിടെയാണ് ബോംബ് വർഷിച്ചത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും. അപ്പൊ അങ്ങനെ ഒരുപാട് പേർ മരണപ്പെട്ടപ്പോ അവിടെ സമാധാനം കാക്കാൻ വേണ്ടി കൊണ്ടുവന്ന സംഘടനയാണ് ഏത്? ഐക്യരാഷ്ട്ര സംഘടന അല്ലെ. ഏത് മാസാന്നറിയോ? UNO ദിനമായിട്ട് എപ്പോഴാണ് ആചരിക്കുന്നത്? ഒക്ടോബർ 24, ഒക്ടോബർ 24 അത് ആചരിക്കുന്നത്. ടീം ഇക്ക് 2 മാർക്ക്. അടുത്തത് ടീം ഡിയോടാണ്. പൊതുഭരണത്തിന് ഗ്ലാഡൻ നൽകുന്ന ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് പൊതുഭരണം? പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഗ്ലാഡൻ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നു. പൊതുഭരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജനങ്ങൾ. അവിടെ ഒരു ചെറിയ സെന്റൻസ് മാത്രം കൂട്ടിച്ചേർത്തത്. ഗവൺമെന്റിന്റെ എന്താണ് പൊതുഭരണം? പരമാവധി ഗവൺമെന്റിന്റെ എന്താണ് പൊതുഭരണം? അതിൽ തന്നെ വേർഡ് ഉണ്ട്. എന്താണ് പൊതുഭരണം? എന്താ ഗവൺമെന്റിന്റെ ഭരണല്ലേ? എന്താ ഗ്ലാഡന്റെ ഡെഫിനിഷൻ? എന്താ പൊതുഭരണം എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്, അതാണ് പൊതുഭരണം. ഗ്ലാഡൻ നൽകിയ ഒരു ഡെഫിനിഷൻ ആണത്. ടീം ഡിക്ക് 2 മാർക്ക് ഉണ്ട്. അടുത്തത് ടീം സിയോടാണ്. വാട്ട് ഈസ് ഇ ഗവേൺസ്? E-governance is the use of electronic technology in administration. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അല്ലെ, അതാണ് ഇ ഗവേൺസ്. ഇ ഗവേൺസിന് ഒരു ഏറ്റവും നല്ല ഉദാഹരണം ഏതാ? ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അല്ലെ. സിംഗിൾ വിൻഡോ. സിംഗിൾ വിൻഡോ, ഏകജാലകം പദ്ധതി. ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായി +1 പോകുമ്പോൾ നിങ്ങളിപ്പോ ഒരു 10 സ്കൂൾ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ 10 സ്കൂൾ പോകണോ? നിങ്ങൾക്ക് കൊടുക്കേ വേണ്ട, എത്ര സ്കൂൾ പോയാൽ മതി? സ്കൂൾ തന്നെ പോകണമെന്നില്ല, അക്ഷയ കേന്ദ്രം വഴി ആയാലും മതി അല്ലെ. ഒരു സ്ഥലത്ത് പോയാൽ എല്ലാ സ്കൂളിലേക്കുള്ള ആപ്ലിക്കേഷൻ അവിടെ എത്തും അല്ലെ. അതാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം. അപ്പൊ അതെല്ലാം ഇ ഗവേൺസ് വന്നതോടുകൂടി നടപ്പിലാക്കിയ സംഭവങ്ങളാണ്. അപ്പൊ അതിന് പ്രയോജനങ്ങൾ എന്തൊക്കെയാ പ്രയോജനങ്ങൾ? ഓപ്പൺ വിൻഡോ സിസ്റ്റം, സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ +2 application, to book tickets. We can receive the functions of government more efficiently. എഫിഷ്യന്റ്ലി, നല്ല കാര്യക്ഷമതയുള്ള പ്രവർത്തനമുണ്ട്, നല്ല സ്പീഡാണ് അല്ലെ, ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്ന സംവിധാനമാണ്. പിന്നെ ചിലവ് കുറവാണ് അല്ലെ, ചിലവ് കുറവല്ലേ. ഓക്കെ, ടീം സിക്ക് 2 മാർക്ക് ഉണ്ട്. അടുത്തത് ടീം ബിയോടാണ്. പഞ്ചശീല തത്വങ്ങളില്ലേ, പഞ്ചശീല തത്വങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം പറയാം. പഞ്ചശീല എന്ന് പറയുമ്പോൾ എത്ര തത്വങ്ങൾ ഉണ്ടാവുക? 5 ആണ്. അതിൽ 2 എണ്ണം പറയാം. അറിയില്ല. പാസ്. ടീം എ. മ്യൂച്വൽ നോൺ അഗ്രഷൻ. പരസ്പരം ആക്രമിക്കാതിരിക്കുക. പിന്നെന്താ? അറിയില്ല. 1 പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ പരസ്പരം ആക്രമിക്കാതിരിക്കുക, പിന്നെ സമത്വവും പരസ്പര സഹായവും അല്ലെ, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല അല്ലെ, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, പരസ്പര സഹായം ചെയ്യുക, സമാധാനപരമായ സഹവർത്തിതം, ഇതൊക്കെയാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ. 1 പോയിന്റ് ടീം എ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ടീം എക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോട് തന്നെയാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാ? USA. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്, ഇക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഇന്ത്യയുടെ ജനാധിപത്യം, അതായത് ഇന്ത്യയുടെ ഡെമോക്രസി ഏത് രാജ്യത്തിന് കടമെടുത്തതാ? എവിടുന്ന? USA എന്നല്ല, ഇന്ത്യൻ ഭരണഘടന എവിടുന്നാ കടമെടുത്തത്? എവിടുന്നാ? USA അല്ലേ. USA എടുത്തതെങ്കിലും പക്ഷെങ്കിൽ ഇപ്പോഴാ ഏതാ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? ഇന്ത്യയാണ്. ആദ്യം വന്നത് ഏതാ? ആദ്യം വന്ന ഭരണഘടന ഏത് രാജ്യത്തിന്റെയാ? USA, അമേരിക്കന്റെ ആണ് അല്ലെ. ആ വ്യക്തി ആരായിരുന്നു? അമേരിക്കൻ ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തി. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നില്ല, ആരായിരുന്നു?
ജെയിംസ് മാഡിസൺ. അതെല്ലാം ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ്. ജെയിംസ് മാഡിസൺ ആണ്. അപ്പൊ ഇപ്പോഴും ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാ? ഇന്ത്യയുടെയാണ് കേട്ടോ. ടീം ഇക്ക് 1 മാർക്ക്. ഓക്കെ, എല്ലാ ടീമുകളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. റേഡിയോ ടീച്ചർ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിത നാഥ്.